ചങ്ങായിമാരെ നമ്മൾ ഉണ്ണി ബാലകൃഷ്ണനല്ലേ ഏഷ്യാനെറ്റിലെ നട്ടലുള്ള മാധ്യമപ്രവർത്തകൻ മൂപ്പർ ഇന്ന് മുതലുണ്ടല്ലോ രാജ്യദ്രോഹിയാണ്. അതിന്റെ കാരണം എന്താ പറയാ, മൂപ്പർ BJP സർക്കാർ കാലാകാലങ്ങളായി നടത്തുന്ന കുറച്ച് രാജ്യദ്രോഹപരമായ നടപടികൾ വെളിപ്പെടുത്തി. അത് കണ്ടിട്ട് കുരുപൊട്ടിയിട്ടാണ് നമ്മളെ സംഘികള് മൂപ്പരെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. ഉണ്ണിസാർ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ പുറത്തു വന്നതോടുകൂടി സംഘികൾ മൊത്തത്തിൽ മൂപ്പരെ രാജ്യദ്രോഹിയാക്കാനുള്ള ക്യാമ്പയിൻ തന്നെ തുടങ്ങിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായി ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സംഘികളുടെ എല്ലാമായ കേസില്ലാ വക്കീലില്ലേ കൃഷ്ണരാജിന്റെ ഒരു പോസ്റ്റിനാണ് അത് വായിക്കാം. അതിനുശേഷം എന്തുകൊണ്ടാണ് സംഘിക്ക് ഇത്രമാത്രം കുരുപൊട്ടിയെന്നുള്ള ഉണ്ണി ബാലകൃഷ്ണന്റെ ആ വീഡിയോ കാണിച്ചു തരാം. ആദ്യം നമുക്ക് കുരുപൊട്ടിയ കൃഷ്ണരാജിന്റെ പോസ്റ്റ് കാണാം. സർജിക്കൽ സ്ട്രൈക്ക് അഥവാ ഉണ്ണി ബാലകൃഷ്ണൻ എന്ന ചാവാലിപ്പട്ടിയുടെ കുറച്ച് ചാവുന്നതല്ലാതെ ഒരു പ്രയോജനവും ഇല്ലല്ലോ ബാലകൃഷ്ണനാണ്. നമുക്കിനി കേസില്ലാ വക്കീൽ എന്തുകൊണ്ടാണ് നട്ടലുള്ള മാധ്യമപ്രവർത്തനായ ഉണ്ണി ബാലകൃഷ്ണനെതിരെ ഇതുപോലെ കൊരക്കുനിന്ന് കാണിക്കുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? വാ. നമുക്കറിയുന്നത് പോലെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ഇന്നലെ ലോക്സഭയുടെ ശ്രദ്ധയിൽ ഒരു പുസ്തകത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയുണ്ടായി. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് ഇന്ത്യയുടെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ജനറൽ M.M. നരവണെയാണ്. ആ പുസ്തകത്തിന്റെ പേര് 4 Stars of Destiny എന്നാണ്. അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറിപ്പാണ് കേട്ടോ. ആ ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹം ശക്തമായ ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നുണ്ട്. 2019 മുതൽ 2022 വരെ ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്നു നരവണെ. 2020 ഇന്ത്യയും ചൈനയുമായി ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്. അത് ഗാൽവൻ എന്ന പ്രദേശത്താണ്. ആ ഏറ്റുമുട്ടലിൽ 20ഓളം ഇന്ത്യൻ സൈനികരാണ് കേട്ടോ വീരമൃത്യു വരിച്ചത്. അത് സംബന്ധിച്ചുള്ള ചില വീഴ്ചകളാണ് നരവണെ ഈ പുസ്തകത്തോടെ വെളിപ്പെടുത്തുന്നത്. ആ പുസ്തകത്തിലെ ചില പരാമർശങ്ങൾ കഴിഞ്ഞ ദിവസം ദ കാരവൻ എന്ന് പറയുന്ന മാഗസിൻ പുറത്തുവിട്ടു. ആ പരാമർശങ്ങളാണ് ലോക്സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇന്നലെ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. പക്ഷേ അതിനെതിരെ ശക്തമായ എതിർപ്പായിരുന്നു ഭരണപക്ഷത്തു നിന്നുണ്ടായത്. ആദ്യം തന്നെ എതിർപ്പുമായി രംഗത്ത് വന്നത് ഊഹിക്കാവുന്നതുപോലെ പ്രതീക്ഷിക്കാവുന്നതുപോലെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് തന്നെയായിരുന്നു. അദ്ദേഹം ഒരു ക്രമപ്രശ്നമാണ് ഉന്നയിച്ചത്. നോക്കൂ, നിങ്ങൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്ന പരാമർശങ്ങൾ ഏത് പുസ്തകത്തിലാണ് വന്നിട്ടുള്ളത്? ആ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? പ്രസിദ്ധീകരിക്കാത്ത പുസ്തകമാണെങ്കിൽ അതിലെ പരാമർശങ്ങൾ സഭയിൽ പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല, അതിന് ആധികാരികതയില്ല എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് അതിനെ ശരിവെക്കുന്ന റൂളിംഗാണ് സ്പീക്കർ നടത്തുകയും ചെയ്തത്. ശരിയാണെന്നേ, ഈ പുസ്തകം വിളിച്ചു കണ്ടിട്ടില്ല, ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതിന്റെ കാരണക്കാരാണ് ഈ കേന്ദ്ര സർക്കാരാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2019 മുതൽ 2022 വരെ ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്നു ജനറൽ M.M. നരവണെ. കരസേനാ മേധാവിയായാലും കരസേനയിൽ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓഫീസർമാരായാലും അതെന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി നേടണം. കാരണം എന്താ, ഇന്ത്യയുടെ സൈനിക രഹസ്യങ്ങൾ വെളിപ്പെടുത്താൻ ആർക്കും അവകാശമില്ല. അത് പ്രതിരോധ മന്ത്രാലയം പരിശോധിച്ച് അനുമതി നൽകിയാൽ മാത്രമേ ആ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ കഴിയുള്ളൂ. അന്താരാഷ്ട്ര പുസ്തക പ്രകാശന രംഗത്തെ പ്രസാദന രംഗത്തെ അധികാരമായിട്ടുള്ള പെൻഗ്വിൻ ബുക്സ് ആണ് കേട്ടോ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് രംഗത്ത് വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ അവർ പ്രീ ബുക്കിംഗ് ഓർഡർ വരെ സ്വീകരിച്ചു തുടങ്ങിയിരുന്നു. അവർ വലിയ പരസ്യം കൊടുത്തിരുന്നു. പക്ഷേ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പുസ്തകം വെളിച്ചം കാണാൻ അനുവദിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഈ പറയുന്ന പെൻഗ്വിനോട് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കരുത് എന്ന് താക്കീത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പ്രതിരോധ മന്ത്രാലയം ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകാത്തത്? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയുടെ ഗുരുതരമായ ഒരു വീഴ്ചയെക്കുറിച്ച് ഈ പുസ്തകം വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രശ്നം. ആ കാര്യം ചർച്ച ചെയ്യാൻ ലോക്സഭ തയ്യാറാകണമെന്നാണ് ഉത്തരവാദിത്വത്തോടുകൂടി പ്രതിപക്ഷ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. എന്താണ് ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്? ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, 2020 ഈ പറയുന്ന ഇന്ത്യയും ചൈനയും തമ്മിൽ ഗാൽവൻ എന്ന് പറയുന്ന പ്രദേശത്ത് ഏറ്റുമുട്ടലുണ്ടായി എന്ന്. ആ സംഭവങ്ങളുടെ തുടക്കം എങ്ങനെയായിരുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗം ഈ പുസ്തകത്തിലുണ്ട്. 2020 ഓഗസ്റ്റ് 31 രാത്രി 8:15 ആ ദിവസം നിങ്ങൾ നോക്കണം. 2020 ഓഗസ്റ്റ് 31 രാത്രി 8:15 ഇന്ത്യയുടെ കരസേനാ മേധാവിയായ ജനറൽ M.M. നരവണയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. ആ കോൾ വന്നതെന്ന് പറയുന്നത് നോർത്തേൺ കമാൻഡിന്റെ ജനറലിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ പേര് യോഗേഷ് ജോഷി എന്നാണ്. എന്താണ് ഈ നോർത്തേൺ കമാൻഡ് എന്ന് പറഞ്ഞാൽ? കാശ്മീർ അടക്കമുള്ള പ്രദേശങ്ങളുടെ സെക്യൂരിറ്റി നോക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട കമാൻഡാണ് നോർത്തേൺ കമാൻഡ്. അതിന്റെ ജനറൽ ആയിട്ടുള്ള യോഗേഷ് ജോഷിയാണ് കരസേനാ മേധാവിയായ M.M. നരവണയെ രാത്രി 8:15 വിളിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, നോക്കൂ, ഇന്ത്യയുടെ അതിർത്തിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ചൈനയുടെ 4 ടാങ്കുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം ഒരു ചൈനീസ് ഇൻഫൻട്രി മാർച്ച് ചെയ്യുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? പെട്ടെന്ന് നമ്മൾ തീരുമാനമെടുക്കണം എന്നാണ് പറഞ്ഞത്. തികഞ്ഞ ഉത്തരവാദിത്തത്തോടുകൂടി M.M. നരവണെ ഉടൻ തന്നെ പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിനെ വിളിക്കുന്നു. നരവണെ റിപ്പോർട്ട് ചെയ്യേണ്ടത് പ്രതിരോധ മന്ത്രിയോടാണ്. അദ്ദേഹം കരസേനാ മേധാവിയാണ്. അതാണ് പ്രോട്ടോകോൾ. അവിടെ അവസാനിച്ചില്ല. രാജ്നാഥ് സിംഗിന് പിന്നാലെ അദ്ദേഹം സംയുക്ത സൈനിക മേധാവിയായിട്ടുള്ള BP മല്ലിക്കിനെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലിനെ വിളിക്കുന്നു. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള S. ജയശങ്കറിനെ വിളിക്കുന്നു. ഈ 4 പേരെയും വിളിച്ച് കാര്യം പറയുന്നു. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, വാട്ട് ആർ മൈ ഓർഡേഴ്സ്? എന്താണ് നിങ്ങളുടെ നിർദ്ദേശം? അതനുസരിച്ച് വേണം എനിക്ക് മുന്നോട്ട് തീരുമാനങ്ങൾ എടുക്കാനെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ ആരും ഒരു അക്ഷരം മിണ്ടിയില്ല, ഒരു മറുപടിയും പറഞ്ഞില്ല. അങ്ങനെ എടുത്തുചാടി മറുപടി പറയേണ്ട ഒരു സാഹചര്യമല്ല. നോക്കൂ, ചൈനീസ് ആർമിയാണ് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് യുദ്ധസമാനമായ സാഹചര്യമാണ്. അവിടെ സൈനികമായി അവരെ നേരിടണോ അതോ ഡിപ്ലോമാറ്റിക് ആയിട്ട് ചർച്ചകൾ നടത്തണോ? ഈ കാര്യങ്ങളെല്ലാം തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. അതുകൊണ്ട് എടുത്തുചാടി കൂടിയാലോചനയില്ലാതെ ഒരു മറുപടി പറയേണ്ട സാഹചര്യമല്ല അത്. എന്തായാലും അദ്ദേഹം വെയിറ്റ് ചെയ്യുന്നു. ആരെങ്കിലും മറുപടി പറയുന്നത് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 9:15 മണിയാകുന്നു. 1 മണിക്കൂർ കഴിയുന്നു. അപ്പോൾ വീണ്ടും ഫോൺ വരുന്നു. യോഗേഷ് ജോഷി പറയുന്നു, ഏതാണ്ട് കിലോമീറ്റർ പോലുമില്ല, 1/2 കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ചൈനീസ് ടാങ്കർ വന്ന് നിൽക്കുകയാണ്. എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? തീരുമാനമെടുക്കണം, വെടിവെക്കണോ? ഇതാണ് ചോദിക്കുന്നത്. വീണ്ടും രാജ്നാഥ് സിംഗിനെയും മറ്റാളുകളെയും ഒക്കെ ഇയാൾ വിളിക്കുന്നു. ഈ പറയുന്ന നരവണെ വിളിക്കുന്നു. അദ്ദേഹത്തിന് മറുപടി ലഭിക്കുന്നില്ല. 10:30 മണിയായപ്പോൾ, അതായത് 2 മണിക്കൂർ കഴിയുമ്പോൾ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നരവണയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. എന്ന് പറയുന്നു, ഞാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ചർച്ച ചെയ്തു. നിങ്ങൾ ഉചിതമായ തീരുമാനങ്ങൾ എടുത്തുകൊള്ളൂ എന്നാണ് അദ്ദേഹത്തിന്റെ നിർദ്ദേശമെന്ന്. ഞെട്ടിപ്പോയി താനെന്നാണ് അദ്ദേഹം ആ പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. കുറച്ച് നിമിഷങ്ങളിലേക്ക് എനിക്ക് ശ്വാസം എടുക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ, ചൈനയുമായിട്ട് യുദ്ധം ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള ഉത്തരവാദിത്തം തന്നിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. താൻ ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. അതായിരുന്നു സാഹചര്യമെന്നാണ് ഈ പറയുന്ന നരവണെ ഈ പുസ്തകത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഗുരുതരമായ ഒരു വീഴ്ചയാണിത് എന്ന്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് യുദ്ധം ചെയ്യാൻ തീരുമാനമെടുക്കുന്നത് സൈനിക മേധാവിയല്ല. അങ്ങനെയൊക്കെ തീരുമാനമെടുക്കുന്ന രാജ്യങ്ങളുണ്ട്. നമ്മുടെ തൊട്ടയൽ ദേശമായിട്ടുള്ള പാകിസ്ഥാനിലെ ജനറൽമാരാണ് യുദ്ധം ചെയ്യണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കുക. ഏറ്റവും അവസാനം 1999 ഇന്ത്യയും പാകിസ്ഥാൻ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായല്ലോ. അത് കാർഗിൽ യുദ്ധമാണെന്ന് അറിയപ്പെടുന്നത്. ആ കാർഗിലേക്ക് നുഴഞ്ഞുകയറ്റം ആസൂത്രണം ചെയ്തത് അന്ന് ഈ പറയുന്ന പാകിസ്ഥാന്റെ ആർമിയുടെ ജനറൽ ആയിരുന്ന പിന്നീട് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പർവേസ് മുഷറഫ് ആയിരുന്നു. ആ നുഴഞ്ഞുകയറ്റത്തിൽ പാകിസ്ഥാൻ സർക്കാരിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നില്ല. അവർക്ക് അതേക്കുറിച്ച് അറിയുമായിരുന്നില്ല. പക്ഷേ ഇന്ത്യയുടെ സ്ഥിതി അതല്ല കേട്ടോ. തെരഞ്ഞെടുക്കപ്പെട്ട ജനാധിപത്യ സർക്കാരുകളാണ് യുദ്ധം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക. അതിനായി ഒരു പ്രത്യേക സമിതി തന്നെ ക്യാബിനറ്റിലുണ്ട്. ആ സമിതിയുടെ പേര് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി എന്നാണ്. ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് പോലും ഈ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ചേർന്നിട്ട് കൂടി ആലോചിച്ചുകൊണ്ടാണ്. അതിൽ സൈനിക മേധാവികളടക്കം എല്ലാവരും ഉണ്ട്. അപ്പോൾ അത്തരത്തിലാണ് തീരുമാനങ്ങൾ എടുക്കുക. ഇവിടെ നോക്കൂ, എന്താണ് പ്രധാനമന്ത്രി ഒരു സൈനിക മേധാവിക്ക് നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത്? നിങ്ങൾ ഉചിതമായ തീരുമാനം എടുത്തോളൂ എന്നാണ്. നോക്കൂ, അപ്പുറത്ത് ഇന്ത്യക്കെതിരായിട്ട് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സൈന്യം ഏത് രാജ്യം
രാജ്യത്തിന്റെതാണ്, ചൈന എന്ന് പറയുന്ന രാജ്യത്തിന്റെതാണ്. ഈ ലോകത്തെ രണ്ടാമത്തെ സൈനിക ശക്തിയാണ് കേട്ടോ ചൈന. പാകിസ്ഥാനല്ല ചൈന എന്ന് മാത്രമല്ല അവരവകാശപ്പെടുന്ന ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണെന്നാണ്. ആ രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അധികാരം ഒരു സൈനിക മേധാവിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വെച്ചുമാറി എന്നാണ് സൈനിക മേധാവി വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു ഗുരുതരമായ വീഴ്ചയാണ്. ആ വീഴ്ച ചൂണ്ടിക്കാണിക്കാനാണ് ഇന്നലെ ഈ പറഞ്ഞ രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. അതിനെതിരായിട്ട് ക്രമപ്രശ്നം പറഞ്ഞ് ഒളിക്കാനാണ് ബിജെപി നേതാക്കൾ ശ്രമിച്ചത്. വിറളി പിടിച്ച മുഖഭാവത്തോടുകൂടി ഔട്ട് ഓഫ് കൺട്രോൾ ആയിരുന്നു ഇന്നലെ അമിത്ഷായും അതുപോലെ തന്നെ രാജ്നാഥ് സിംഗും തങ്ങളുടെ മുഖം മൂടി ഇതാ വലിച്ചു കീറപ്പെടാൻ പോകുന്നു എന്ന് ബോധ്യപ്പെട്ട ബിജെപി നേതാക്കൾ ഈ പറയുന്ന ചർച്ചയ്ക്ക് അനുവാദം നൽകിയില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കണ്ടു രാജ്യസ്നേഹത്തിന്റെ പച്ച നുണകൾ പറയുന്ന സംഘികളെ ബി.ജെ.പി. സർക്കാരിനെ തുറന്നു കാണിക്കുകയാണ് ഉണ്ണി ബാലകൃഷ്ണൻ ചെയ്തത്. ഇദ്ദേഹം ഈ സത്യം അത് മേശാന്തിരുന്നിട്ട് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് കേരളത്തിലെ എല്ലാ സംഖ്യക്കും, കേരളത്തിലെ മാത്രമല്ല ഇദ്ദേഹം പറഞ്ഞത് മനസ്സിലായ എല്ലാ സംഖ്യക്കും കുരുവട്ടിയത്. അതോടുകൂടി രാജ്യസ്നേഹിയായ നട്ടലുള്ള ഉണ്ണി ബാലകൃഷ്ണൻ എന്ന മാധ്യമപ്രവർത്തകൻ രാജ്യദ്രോഹിയായി. രാജ്യസ്നേഹം അഭിനയിക്കുന്ന സംഖ്യകൾ ഭയങ്കര രാജ്യസ്നേഹികളും. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഇന്ന് തൊട്ടിട്ടുണ്ടല്ല ഇദ്ദേഹത്തെ ഏഷ്യാനെറ്റിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ് സംഖ്യകൾ ഒരു പരിപാടി തന്നെ തുടങ്ങി, ഒരു ക്യാമ്പയിൻ തന്നെ അങ്ങ് തുടങ്ങി. എന്റെ സംഖ്യകളെ, നിങ്ങളെ ഏഷ്യാനെറ്റിൽ ജോലിയില്ലെങ്കിൽ ഉണ്ണി ബാലകൃഷ്ണൻ ജീവിക്കാൻ കഴിയില്ലല്ലേ? ഒന്ന് പോയാട്ടെ. മൂപ്പറിനുള്ള സ്വന്തമായിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സംഖ്യക്കെതിരുള്ള ബി.ജെ.പി. സർക്കാരിനെതിരുള്ള ഇതുപോലുള്ള പച്ച സത്യങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയെങ്കിൽ മൂപ്പർക്കുണ്ടല്ല മില്യൺസ് കണക്കിന് വ്യൂസ് ആയിരിക്കും കിട്ടുക. അതുകൊണ്ട് സംഖ്യകളെ, നിങ്ങൾ ഉമ്മാക്കിയുണ്ടല്ല, ഉമ്മാക്കി കാണിച്ചിട്ടൊന്നും നട്ടലിലുള്ള മാധ്യമപ്രവർത്തനായ ഉണ്ണി ബാലകൃഷ്ണനെ പേടിപ്പിക്കാൻ നോക്കണ്ട. മൂപ്പർ നിങ്ങൾ ഉമ്മാക്കി കണ്ടിട്ട് ഒരു പേടിക്കൂല സംഖ്യകളെ. ഇതിൽ ശ്രദ്ധിക്കേണ്ടതുണ്ടല്ലോ, ഒരുപാട് പട്ടാളക്കാരുടെ ജീവൻ കളഞ്ഞ പരിപാടിയാണ് ഈ ബി.ജെ.പി. സർക്കാർ നടത്തിയത്. ഇത്തരം കലാപരിപാടികൾ പല സമയങ്ങളായിട്ട് ഇവിടെ നടക്കാറുണ്ട്. പലപ്പോഴായിട്ട് പല ആൾക്കാരും അത് വിളിച്ചു പറയാറുമുണ്ട്. ആ സത്യം വിളിച്ചു പറയുന്നവരൊക്കെ ഈ സംഘികൾ രാജ്യദ്രോഹിയാക്കും. ആര് ഈ രാജ്യത്തിനോട് ഒരു സ്നേഹമില്ലാതെ രാജ്യസ്നേഹം അഭിനയിക്കുന്ന സംഘികൾ. ഇനി ഏതായാലും ഉണ്ണി ബാലകൃഷ്ണൻ തുറന്നു പറഞ്ഞ ഈ സത്യം കേട്ടിട്ട് കുരുപൊട്ടിയ സംഖ്യക്ക് വീണ്ടും വേറൊരു കുരുപൊട്ടി. അതേതാ കുരു എന്നറിയാം? അത് നമ്മളെ പുതിയ ഫയൽ ഇറങ്ങിയിട്ടില്ല, എപ്സ്റ്റീൻ ഫയല്. നമ്മളെ ജിയുടെ ചില കുൽസിത കഥ കണ്ടൊരു ഫയല്. ആ ഫയല് പുറത്തിറങ്ങുന്നുള്ള പേടി കാരണമാണല്ലോ നമ്മളെ ജി മൈ ഫ്രണ്ടിനെ ഒരിക്കലും എതിർക്കാതിരുന്നത്. എന്തായാലും ആ സത്യം നമ്മളെ പ്രധാന ജി എന്തുകൊണ്ട് ട്രംപിനെ എതിർക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ അരുൺകുമാർ കൃത്യമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട്. അതും കൂടി നമുക്ക് കേൾക്കാം. ഇതും കൂടി കേട്ടപ്പോഴല്ല സംഖ്യക്ക് കുരുപൊട്ടലോടുകൂടി കുരുപൊട്ടലാണ്. നമുക്ക് അരുൺകുമാർ സംഖ്യയുടെ കുരുപൊട്ടിച്ച ആ വീഡിയോ കൂടി കാണാം. ഇപ്പോൾ നിക്കോളാസ് മഡൂറോയെ ആ രാജ്യത്ത് പോയി പിടിച്ചുകൊണ്ട് പോകുന്നു. അവിടെ നിക്കോളാസ് മഡൂറോയുടെ വെനിസുലയിൽ നിന്ന് എണ്ണ അമേരിക്കയ്ക്ക് കൊടുക്കുന്നു. ആ അമേരിക്കയിൽ നിന്ന് എണ്ണ ഇന്ത്യ വാങ്ങുന്നു. അഥവാ വെനിസുലയിൽ നിന്ന് ഇനി എണ്ണ വാങ്ങാം എന്ന് ട്രംപ് പറയുന്നു. വെനിസുലയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട എന്ന് ട്രംപ് പറഞ്ഞു, നമ്മൾ അനുസരിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട എന്ന് പറഞ്ഞു, നമ്മൾ അനുസരിച്ചു. ഇനി 6 വർഷത്തിന് ശേഷം വെനിസുലയിൽ നിന്ന് എണ്ണ വാങ്ങാം എന്ന് പറയുന്നു, അപ്പോഴും നമ്മൾ അനുസരിക്കുന്നു. ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ആരാണ്? ഈ രാജ്യത്തിന്റെ പരമാധികാരം, സോവറിറ്റി നമ്മൾ എങ്ങനെയാണ് മറ്റൊരു രാജ്യത്തെ പ്രസിഡന്റിന്റെ കാൽക്കൽ കൊണ്ടുപോയി വെക്കുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രസക്തമായ ചോദ്യം. മൂന്നാമത്തത്, നമ്മുടെ വിദേശ നയം എന്തിനീ നമുക്ക് പറയാൻ കഴിയുമോ? ഇതിപ്പോ ഇയാൻ ബ്രമ്മറിന്റെ വാക്കുകൾ പറഞ്ഞാൽ ഇത് തീരുമാനിക്കുന്നത് US പ്രസിഡന്റ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയില്ലേ? പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ ചേരിചേരാ നയം? ഇന്ത്യയുടെ കോൾഡ് വാർ, അമേരിക്കയും സോവിയറ്റ് യൂണിയനും രണ്ട് തട്ടുകളിലായി ശീതയുദ്ധം നടത്തുന്ന സമയത്ത് ഇന്ത്യ ചേരിചേരാ നയത്തിൽ തല ഉയർത്തിപ്പിടിച്ചിരുന്ന രാജ്യമാണ്. നെഹ്റുവിന്റെ പിന്തുണയിൽ, നെഹ്റുവിന്റെ പിൻഗാമികളെ നമ്മൾ ലോകത്തിന്റെ തലമുറയ്ക്ക്, ലോകത്തിന് മുന്നിൽ വളരെ ശിരസ് ഉയർത്തി നിന്ന സമയമാണ്, നെഞ്ചു വിരിച്ചു നിന്ന സമയമാണ്. നമ്മൾ ഒരു പക്ഷവും ചേർന്നില്ല. സോവിയറ്റ് യൂണിയൻ ഒരു ചെറിയ അനുഭാവം ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചേരിചേരാ നയം അങ്ങനെ തന്നെ പുലർത്തിപ്പോന്നിരുന്നവരാണ്. പക്ഷെ നോക്കൂ, ഇന്നിപ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? നമ്മുടെ ചേരിചേരാ നയം, നമ്മുടെ നോൺ അലൈൻമെന്റ് എല്ലാം നമ്മൾ കളഞ്ഞു. വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയങ്ങളിൽ നമ്മൾ പ്രതികരിച്ചോ? ഏറ്റവും കൂടുതൽ ഗ്രീൻലാൻഡിലേക്ക് അമേരിക്ക കണ്ണുവെച്ചു. ഇന്ത്യ ഒരക്ഷരം മിണ്ടിയില്ല, മൗനമായിരുന്നു ഇന്ത്യക്ക്. വെനിസുലയിൽ പോയി നിക്കോളാസ് മഡൂറോയും ഭാര്യയും രാജ്യത്തിനുള്ളിൽ കയറി അമേരിക്ക രായ്ക്കുരഹമാനം കടത്തി അമേരിക്കയിൽ കൊണ്ടുപോയി ജയിലിലിട്ടു. ഇന്ത്യ പ്രതികരിച്ചോ? ഒരു രാജ്യത്തിലേക്ക് കടന്നു കയറുന്നതിനെതിരെ, അധിനിവേശത്തിനെതിരെ ഇന്ത്യ ഒരു വാക്ക് മിണ്ടിയോ? മൗനമായിരുന്നില്ലേ? പാലസ്തീനിലേക്ക് ഇസ്രായേൽ കടന്നു കയറിയപ്പോ ഇന്ത്യ ഒരു അക്ഷരം മിണ്ടിയോ? ഗാസയിൽ അമേരിക്കയുടെ നേതൃത്വത്തിൽ UN സമാനമായ ഒരു ബദൽ UN പോലെ US കടന്നു കയറി കമ്പോളം ഉണ്ടാക്കാൻ പോകുമ്പോൾ ഇന്ത്യ ഒരക്ഷരം മിണ്ടിയോ? ഇറാനെ ആക്രമിക്കാൻ വേണ്ടി പടക്കപ്പലുകൾ പുറപ്പെടുമ്പോൾ ഇന്ത്യ ഒരക്ഷരം മിണ്ടിയോ? അവിടെയും നമ്മൾ മൗനമായിരുന്നില്ലേ? നമ്മളുടെ വിദേശ നയം നമ്മൾ എന്തിന്, ആർക്ക്, എപ്പോഴാണ് അടിയറ വെച്ച് തുടങ്ങിയത് എന്നുള്ളതാണ് മൂന്നാമത്തെ ചോദ്യം. നാലാമത്തത്, എന്താണ് എപ്സ്റ്റൈൻ ഫയലുകളിലുള്ളത് എന്നുള്ളതാണ്. ജെഫ്രി എപ്സ്റ്റൈൻ ഫയലുകളിലുള്ളത് എന്താണ്? നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ എന്തിനാണ് 2017 ഡൊണാൾഡ് ട്രംപിന് വേണ്ടിയാണോ ഇസ്രായേലിലേക്ക് നരേന്ദ്രമോദി പോയത്? അവിടെ ആടിപ്പാടി എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒരു ലൈംഗിക കുറ്റവാളിയായ ജെഫ്രി എപ്സ്റ്റൈന്റെ ഫയലിൽ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ പേര് പരാമർശിച്ചു എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അതൊരു പൗരൻ എന്ന നിലയിൽ ഒട്ടും സ്വസ്ഥത നൽകുന്ന ഒന്നല്ല. അതിലും ദുരൂഹതകൾ ഏറെയായി നിൽക്കുന്ന സാഹചര്യമാണ്. എന്താണ് എപ്സ്റ്റൈനുമായിട്ടുള്ള ബന്ധം? എന്താണ് എപ്സ്റ്റൈൻ ഫയലിൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പേര് വരാൻ ഇടയായ സാഹചര്യം? എന്തിനാണ് ഇസ്രായേലിൽ അന്ന് പ്രധാനമന്ത്രി പോയത്? അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണോ? ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇന്ത്യ ഒരു ആത്മനിർഭർ ഭാരതല്ല, പകരം ഒരു ട്രംപ് നിർഭർ ഭാരതാണോ എന്ന് സംശയിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. ഇപ്പൊ ഏറെക്കുറെ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടാവില്ല, നമ്മുടെ രാജ്യത്തെ തകർക്കാൻ നോക്കുന്ന ട്രംപിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി നമ്മുടെ പ്രധാന ജി എന്തുകൊണ്ട് മടിക്കുന്നുവെന്ന്. നമ്മുടെ സംഘികളുണ്ടല്ല, നമ്മുടെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്തൊക്കെ അസഭ്യം, എന്തൊക്കെ അശ്ലീല കഥകൾ പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ സംഘികളെ ആ കർമ്മ എന്ന് പറഞ്ഞ സാധനം തിരിച്ചടിച്ച് ആ കർമ്മ നിങ്ങൾക്ക് തന്നെ ഇപ്പൊ കിട്ടി. ഇപ്പോഴുണ്ടല്ലോ അതേ അശ്ലീല കഥകള് നിങ്ങളുടെ പ്രധാന ജിയുടെ തലയിലും വന്ന് വീണിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു കർമ്മ തിരിച്ചു കിട്ടിയപ്പോ സംഘികൾ കരഞ്ഞു മെഴുകിയാണ്, ഒരേ മെഴുകല്. എന്നിട്ട് ഇത്തരം സത്യങ്ങൾ തുറന്ന് പറയുന്ന
വരുന്നവരെ സംഘികളെല്ലാം കൂടി രാജ്യദ്രോഹിയാക്കുന്നു. സംഘികളെ ഇന്ത്യയിലെ യഥാർത്ഥ രാജ്യദ്രോഹികൾ ആരാണെന്നും രാജ്യസ്നേഹികൾ ആരാണെന്നും ഏറെക്കുറെ ഇപ്പൊ എല്ലാ ഇന്ത്യക്കാരും മനസ്സിലാക്കി തുടങ്ങി. എന്തിന് വോട്ട് ചോരി എന്ന പേരുള്ള കലാപരിപാടി നിങ്ങൾ ഇവിടെ നടത്തിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ പ്രതിപക്ഷത്ത് പോലെ ഇരിക്കാനുള്ള അംഗങ്ങൾ നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ള സത്യം നിങ്ങൾ തന്നെ തെളിയിച്ചു തുടങ്ങി. അതുകൊണ്ട് ഇന്ത്യയിൽ നട്ടിലുള്ള കുറച്ച് മാധ്യമപ്രവർത്തകർ ആകെയുള്ളത് കേരളത്തിലാണ്. ആ മാധ്യമപ്രവർത്തകരെ നിങ്ങൾ രാജ്യദ്രോഹിയാക്കാൻ നോക്കിയെങ്കിൽ അവരെ രാജ്യദ്രോഹിയാക്കാൻ വേണ്ടി വിവരവും ബോധമുള്ള ഒരു മലയാളി സമ്മതിക്കില്ല സംഘികളെ. അപ്പൊ സംഘടിത ഈ വൃത്തികേട് നട്ടലോടുകൂടി തുറന്നു പറഞ്ഞ ഉണ്ണി ബാലകൃഷ്ണനും അരുൺകുമാറിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുല.